118 സങ്കീർത്തനമാണ് നാം ഇന്ന് പകൽ നമുക്ക് ഒരുമിച്ച് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം സാവകാശം ഒരുക്കി തന്നത്. 118 സങ്കീർത്തനത്തിന്റെ 1-2 വാക്യങ്ങൾ ഇപ്രകാരമാണല്ലോ നാം വായിക്കുന്നത്. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഹല്ലേലൂയ. ഇന്ന് പകലിൽ കർത്താവിന് നന്ദി കരേറ്റിക്കൊണ്ട് ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിച്ചുകൊണ്ട് ഈ വിശുദ്ധ ആരാധനയുടെ മുൻപിൽ നാം ആയിരിക്കുമ്പോൾ നമ്മുടെ ദൈവം എത്ര നല്ലവനായ ദൈവമാണ്. ഹല്ലേലൂയ. നമ്മുടെ ദൈവം എത്ര വിശ്വസ്തനായ ദൈവമാണ്. അപകടങ്ങളുടെയും അനർത്ഥങ്ങളുടെയും ആപത്തുകളുടെയും പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളുടെയും നടുവിൽ ജയോത്സവകരമായി നമ്മെ നടത്തിയ ദൈവത്തിന് നന്ദി കരേറ്റാതെ നമുക്കിവിടെ ഇരിപ്പാൻ കഴിയത്തില്ല. പ്രിയമുള്ളവരെ, ഇന്ന് പകൽ ആരോഗ്യത്തോടെ ആയുസ്സോടെ ശേഷിപ്പിച്ചത് നമ്മുടെ കഴിവോ നമ്മുടെ മിടുക്കോ ഒന്നുമല്ല, ദൈവത്തിന്റെ കാരുണ്യം ഒന്ന് മാത്രമാണ്. ആമേൻ. നമ്മുടെ സ്നേഹിതന്മാർ പലരും, നമ്മൾ കഴിഞ്ഞ ദിനങ്ങളിൽ കണ്ട പലരും ഇന്ന് ഇവിടെ ഇല്ലാതിരിക്കുമ്പോൾ, ഈ ഭൂമിയിൽ ഇല്ലാതിരിക്കുമ്പോൾ, എന്നെയും നിങ്ങളെയും ഈ ഭൂമുഖത്തുനിന്നും തുടച്ചു മാറ്റാതെ ശേഷിപ്പിച്ചത് ദൈവത്തിന്റെ മഹാകാരുണ്യം മാത്രമാണ്. ആ ദൈവത്തിന് നന്ദി കരേറ്റുവാൻ തകവണ്ണം ഈ പകൽക്കാലം ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുന്നവരായി തീരണം. കാരണം അവൻ നല്ലവനാണ്. അവൻ ദൈവികമാകുന്ന അനുഭവങ്ങളെ കുറിച്ച് നാം ഇവിടെ വായിക്കുകയാണ്. 1, ദൈവം നല്ലവനാണ്. 2, ദൈവത്തിന്റെ ദയ എന്നേക്കുമുള്ളതാണ്. അവൻ ദൈവത്തിന്റെ ശ്രേഷ്ഠത എന്താണ്? നാം ആരാധിക്കുന്ന ദൈവത്തിന്റെ മഹത്വം എന്താണ്? അവൻ ദയാലുവായ ദൈവമാണ്. അവൻ ശ്രേഷ്ഠനായ ദൈവമാണ്. അവൻ നല്ലവനായ ദൈവമാണ്. അവൻ തിന്മയ്ക്കായിട്ടൊന്നും ചെയ്യാത്ത ദൈവമാണ്. എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം നല്ലതിനു വേണ്ടിയാണ്. ദൈവം നല്ലവനാണ്. ദൈവം നല്ലവനാകൊണ്ട് അവന്റെ പ്രവൃത്തി നല്ലതാണ്, അവന്റെ ഉദ്ദേശങ്ങൾ നല്ലതാണ്, അവന്റെ ലക്ഷ്യങ്ങൾ നല്ലതാണ്. ഇന്ന് പകൽക്കാലം എന്നോടും നിങ്ങളോടുമുള്ള ദൈവത്തിന്റെ വിശ്വസ്തത അത് വലിയതാണ്. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. ദൈവം നല്ലവനാണെന്ന് പറയുമ്പോൾ നാം എടുത്ത് ചിന്തിക്കേണ്ട ഒരു കാര്യം, ദൈവത്തിന്റെ പ്രവൃത്തി നല്ലതാണ് കേട്ടോ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അവന്റെ ഉദ്ദേശങ്ങൾ നല്ലതാണ്. ഹല്ലേലൂയ. ആമേൻ. അവൻ എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ തൻ്റെ മക്കൾക്ക് നല്ലത് മാത്രമേ ചെയ്യുകയുള്ളൂ. ആമേൻ. നമ്മുടെ ശരീരത്തിലെ തലയിൽ ഒരു മുടിനാര് പോലും പൊഴിയണമെങ്കിൽ അത് ദൈവം അനുവദിക്കാതെ പൊഴിയത്തില്ല. ദൈവം അറിയാതെ ആമേൻ അത് പൊഴിഞ്ഞു പോകത്തില്ല. അതുകൊണ്ട് ജീവിതത്തിൽ കടന്നു വരുന്ന കഷ്ടനഷ്ടങ്ങൾ കണ്ട് നാം ഭാരപ്പെടേണ്ട. ദൈവം നല്ലവനാണ്. അവൻ തിന്മയ്ക്കായിട്ടൊന്നും ചെയ്യത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണല്ലോ പാട്ടുകാരൻ ഇപ്രകാരം പാടിയത്, നന്മയല്ലാതെ ഒന്നും ചെയ്തിടാത്ത ദൈവം, തിന്മകളൊന്നും നമ്മുടെ ജീവിതത്തിൽ അവൻ ചെയ്യത്തില്ല. നമുക്കറിയാം, യോബിന്റെ ജീവിതത്തിൽ എത്രയോ അനർത്ഥങ്ങളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഒക്കെയാ വന്നത്. ആമേൻ. സ്തോത്രം. മക്കൾ നഷ്ടപ്പെട്ടു, ആടുമാടുകൾ നഷ്ടപ്പെട്ടു, ആമേൻ സമ്പത്ത് നഷ്ടപ്പെട്ടു, ആമേൻ ശരീരത്തിന്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു, സ്വന്തം ഭാര്യ പോലും ആമേൻ വെറുത്തു പോകുന്ന നിമിഷങ്ങൾ കടന്നു വന്നപ്പോഴും ദൈവത്തെ മറന്നു പോകാതിരുന്നത് ഈ ദൈവത്തെ യോബ് രുചിച്ചറിഞ്ഞതുകൊണ്ടാണ്. ആമേൻ. ഇന്ന് പകൽക്കാലം ദൈവത്തെ വാസ്തവമായി രുചിച്ചറിഞ്ഞ് ദൈവമക്കൾക്ക് പറയുവാൻ സാധിക്കും, എന്തു വന്നാലും എന്റെ ദൈവം എനിക്ക് നല്ലവനാണ്. ആമേൻ. ദൈവം അനുവദിക്കാതെ എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും കഷ്ടങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ദൈവത്തിന് പദ്ധതിയുണ്ട്. ഏതെങ്കിലും പ്രയാസങ്ങൾ നിന്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ദൈവത്തിന് ആമേൻ നല്ല ഉദ്ദേശങ്ങളുണ്ട്, ദൈവത്തിന് നല്ല പദ്ധതികളുണ്ട്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ആ ദൈവത്തെ കരമുയർത്തി സ്തുതിക്കുവാൻ നമുക്ക് കഴിയുമോ? 13-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുവല്ലോ, ഞാൻ വീഴുവാൻ തക്കവണ്ണം നീ എന്നെ തള്ളിയെങ്കിലും ആമൻ യഹോവ എന്നെ സഹായിപ്പാനിടയായി തീർന്നു. ശത്രുവായവൻ വീഴിച്ചു കളയുന്ന പല സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നപ്പോഴും ഹല്ലേലൂയ ആമേൻ സ്തോത്രം, നമ്മെ താങ്ങി നടത്തിയ ഒരു ദൈവമുണ്ട്. അമ്മയെ ആശ്വസിപ്പിക്കുന്ന പോലെ നമ്മെ ആശ്വസിപ്പിച്ച ഒരു ആമേൻ ദൈവമുണ്ട്. ഹല്ലേലൂയ ആമേൻ സ്തോത്രം. അപ്പന്റെ സ്നേഹം പോലെ, അമ്മയുടെ മാതൃസ്നേഹം പോലെ നമ്മെ മാറോട് അണച്ച ദൈവത്തിന്റെ സ്നേഹമുണ്ട്. വീഴിച്ചു കളയുവാൻ ശത്രുവായവൻ പല പദ്ധതികൾ ഒരുക്കിയപ്പോൾ ഇന്ന് പകൽക്കാലം തകർന്നു പോകാതെ ഇരുന്നത് എൻ്റെ കഴിവോ നമ്മുടെ മിടുക്കോ ഒന്നുമല്ല,
ദൈവം നമ്മെ താങ്ങി നടത്തിയത് മാത്രമാ. ഹല്ലേലൂയ. നമ്മുടെ ദൈവം എത്ര വിശ്വസ്തനാണ്, നമ്മുടെ ദൈവം എത്ര വിശുദ്ധനാണ്, അവൻ എത്ര നല്ലവനാണ്, അവൻ ദയാലുവായ ദൈവമാണ്. 22-ാം വാക്യത്തിൽ നാം ഇപ്രകാരമാണ് വായിക്കുന്നത്: വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ആമേൻ, സ്തോത്രം. തള്ളപ്പെട്ടവരായ നമ്മെ മൂലക്കല്ലാക്കി തീർത്ത ദൈവമുണ്ട്. തള്ളപ്പെട്ടവരായ നമ്മെ, ആമേൻ, ആർക്കും വേണ്ടാത്തവരായി കിടന്ന നമ്മെ, ആമേൻ, ഹല്ലേലൂയ, അവൻ തന്റെ വലങ്കരത്താൽ താങ്ങിയെടുത്ത് മൂലക്കല്ലായി നിർത്തിയത് ദൈവത്തിന്റെ കരുണയൊന്നു മാത്രമാ. ഹല്ലേലൂയ. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലാക്കി തീർത്തത് എങ്ങനെയാ? ആമേൻ, സ്തോത്രം. പാപത്തിന്റെ അഗാധ കൂപത്തിൽ കടന്ന് എന്നെയും നിന്നെയും, ആമേൻ, യേശുവിന്റെ രക്തം കൊടുത്താണ് നമ്മെ വിലയ്ക്ക് വാങ്ങിയത്. ഹല്ലേലൂയ. ആ തങ്കത്തിരു രക്തം നമുക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ ഒഴുകിയാണ് യേശു നമ്മെ വിലയ്ക്ക് വാങ്ങി, ആമേൻ, മൂലക്കല്ലാക്കി തീർത്തത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ആ യേശുവിന്റെ രക്തത്താൽ നമുക്ക് വീണ്ടെടുപ്പ് ലഭിച്ചു. ആ യേശുവിന്റെ രക്തത്താൽ നമുക്ക് വിമോചനം ലഭിച്ചു. തള്ളപ്പെട്ട എന്നെയും, ആമേൻ, തള്ളപ്പെട്ട നിന്നെയും, വെറുക്കപ്പെട്ട നമ്മെയും മൂലക്കല്ലാക്കി തീർത്തത് എങ്ങനെയാ? കാൽവറി ക്രൂശിലെ പരമയാഗത്താലാണ്. കാൽവറി കൊരമരത്തിൽ നമുക്ക് വേണ്ടി ഒഴുക്കിയ ആ തങ്കത്തിരു രക്തത്താലാണ് ഞാനും നിങ്ങളും മൂലക്കല്ലായി തീർന്നത്, ഞാനും നിങ്ങളും അനുഗ്രഹിക്കപ്പെട്ടത്. ഈ അനുഗ്രഹത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പരമയാഗമായതിൽ കൂടിയാണ്. ആ മഹനീയമായ ശുശ്രൂഷയുടെ നടുവിലേക്കാണ് നാം ഇന്ന് പകൽക്കാലം അടുത്ത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, വെറുക്കപ്പെട്ടവരായ, തള്ളപ്പെട്ടവരായ, പാപത്തിന്റെ അഗാധ കൂപത്തിൽ കുഴഞ്ഞ ചേറ്റിലും നാശകരമായ കുഴിയിലും കിടന്ന നമ്മെ, ആമേൻ, അവിടെ നിന്നും ഉയർത്തി സുസ്ഥിരമായ പാറമേൽ നിർത്തിയ ദൈവത്തിന്റെ വിശ്വസ്തതയോർത്ത്